വന്നല്ലോ പൊന്നോണം വന്നല്ലോ. എല്ലാവർക്കും പൊന്നോണം. ഹായ്, നിങ്ങളിപ്പോൾ ആയിരിക്കും ഇവിടെ ഇരുന്നുകൊണ്ടാണ് സകല പരിപാടിയും നടക്കുന്നത്. എൻ്റെ വീടാണ്, ഒരു ചെറിയ റൂമാണ്. ഈ ഒരു റൂമിൻ്റെ അകത്താണ് പല സംഭവങ്ങളും തുടക്കം കുറിക്കുന്നത്. പല കമ്പോസിഷൻസും ഉണ്ടാവുന്നത് ഇവിടെ നിന്നാണ്. പക്ഷെ അപ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം കൂടി കീബോർഡും ഞാനും കൂടി ഇരുന്നങ്ങ് തീർക്കുന്നു. ഇല്ല, അങ്ങനെയല്ല. ഒരുപാട് ആർട്ടിസ്റ്റുകൾ കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ ഒരു പാട്ടുണ്ടാകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു കമ്പോസർ എന്നുള്ള രീതിയിൽ കമ്പോസിഷനാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് പൊന്നോണം സ്പെഷ്യലായിട്ടുള്ളൊരു ഷോ ആയ സ്ഥിതിക്ക് കപ്പ ചാനലിന് വേണ്ടി പെട്ടെന്ന് എനിക്ക് വന്നൊരു ട്യൂണാണ് ഇപ്പോൾ ഞാൻ പാടിയത്. പൊന്നോണം വന്നല്ലോ. സോ ലെറ്റ് മീ വെൽക്കം യു ടു ദിസ് ഷോ with my music. So I welcome you for this പൊന്നോണം. ഇപ്പോൾ പല സോൾഫുൾ മെലഡീസ് നമ്മൾ കമ്പോസ് ചെയ്യുന്നു. അപ്പോൾ ഈ സോൾ ഉണ്ടാക്കാനായിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മെനക്കെടുന്നത്. ഞാനടക്കമുള്ള എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ടെക്നീഷ്യൻസും മ്യൂസീഷ്യൻസും എന്നെപ്പോലുള്ള ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സും പഴയ കാലത്ത് നമ്മൾ ഉണ്ടായിരുന്ന ഒരു സോൾഫുൾ മെലഡീസ് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ള അതിതീവ്രമായ ചിന്തയിലാണ്. കാര്യം ബാബുക്കയും നമ്മളുടെ മുമ്പേ സഞ്ചരിച്ചിട്ടുള്ള ജോൺസൺ മാഷും ഇങ്ങനെയുള്ള വലിയ വലിയ ലെജൻഡറിക് മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാവരും ഒരുപാട് സോൾഫുൾ മെലഡീസ് തന്നിട്ടുള്ളവരാണ്. അപ്പോൾ പുതിയ തലമുറകൾ ഒരുപാട് ബിസിയാണ്. അങ്ങനെ ബിസി ഷെഡ്യൂളിൽ തന്നെ ആ സോൾ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം, ആത്മാവ് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം, ആ ഒരു നമ്മൾക്ക് കുറച്ചു കാലം അത് വിട്ടുപോയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏതൊരു പാട്ട് ഹിറ്റ് ആവുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിലൊരു സോളുണ്ട്. അങ്ങനെ ആ സോൾഫുൾ മെലഡീസിലോട്ടുള്ള യാത്രയാണ് ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. സോ നിങ്ങൾക്ക് എൻ്റെ ഒപ്പം സഞ്ചരിക്കാം, ചിന്തിക്കാം, എൻ്റെ കൂടെ. ലെറ്റ്സ് ഗോ വിത്ത് ദ ഗുഡ് ഫ്ലോ ഓഫ് മ്യൂസിക്. ഹാപ്പി ഓണം. ജമുന പ്യാരി എന്ന് പറഞ്ഞറിയോ? എന്താ സംഭവം? ജമുനാപൂരി എനിക്കറിയില്ല. കൊല്ലണ പണിയാണ് ഈ ദുനിയാവിൽ ഈ സാധനം എവിടെയെങ്കിലും കിട്ടുമെന്ന്. ചേട്ടാ, ഈ ജമുന പ്യാരി അറിയോ? അതൊരു പാട്ടിന്റെ നിങ്ങൾ ഹിന്ദി ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? നിങ്ങൾ അപ്സര തിയേറ്ററിന്റെ അടുത്ത് അന്വേഷിക്കും. ആയിക്കോട്ടെ. അങ്ങനെ ചോദിച്ചാ ജമുന റാണിയല്ലേ ഗംഗ? ഓ ഓ ലേഡീസിന്റെ പേരല്ല. പൊളിച്ച്. ഈ ജമുന പ്യാരി എന്ന് പറഞ്ഞാൽ എന്താ പറയുക? സെമിത്തേരി ഒരു സ്ഥലം പറഞ്ഞു. ഇത് ജമുന പ്യാരി എന്ന് വെച്ചാൽ പറയും. ഇത് എവിടെയോ വച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഓടാ അവിടുന്ന്. ജമുന ക്ലാരിറ്റി വരണം. പിന്നെ പ്ലീസ് യമുന ചേച്ചി. ഈ പ്രോഗ്രാം കാണാറില്ല. ഇവൻ ശരിയാവില്ല കേട്ടോ. അതിപ്പോഴാ മനസ്സിലായത്. അല്ല, ഈ ഐറ്റം എന്ന് പറയണല്ലാതെ എന്തുട്ട് ഐറ്റം എന്ന് പറയണില്ലല്ലോ. ജമുന പ്യാരി എന്തുട്ടത്? സോ ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഒരു ജമുന പ്യാരി എന്ന് പറഞ്ഞ സിനിമ, ഓണത്തിന് റിലീസായ സിനിമയുടെ ടീസറാണ്. സോ ഞങ്ങളെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ഈ ഓണത്തിനൊരു സ്പെഷ്യൽ ചാക്കോച്ചൻ ഹാപ്പി ഫൺ ലവിങ് ഫിലിം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു. അതുപോലെ തന്നെ മ്യൂസിക്കലി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ സിനിമകളും നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അത് പുറത്തോട്ട് ഇറങ്ങുന്നത്. കേൾക്കുന്നവർ ചിലപ്പോൾ അത് കേട്ടിട്ട് ചുമ്മാ കൊള്ളില്ല എന്ന് പറഞ്ഞ് കളയും. സോ വളരെ അനുഗ്രഹീതമായൊരു മൊമെൻ്റാണ്. കാര്യം ഈ ഓണം സ്പെഷ്യലാണ് എനിക്ക്. കാര്യം തൃശ്ശൂരിൽ എൻ്റെ ഹാഫ് തൃശ്ശൂരാണ് ഞാൻ. അപ്പോൾ അച്ഛൻ്റെ വീടൊക്കെ തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂരുകാർക്ക് വേണ്ടി ഒരു സിനിമ, അത് തൃശ്ശൂരുകാർക്ക് വേണ്ടി ഒരു പാട്ട്, എന്തുണ്ടാക്കണാവേ എന്തുട്ടത് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഹരിനാരായണനാണ് എഴുതിയിരിക്കുന്നത്. സോ ആ പാട്ട് ഓൾറെഡി ഹിറ്റായി കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുട്ടികളടക്കം എല്ലാവരും ഇത് പാടി തുടങ്ങിയിട്ടുണ്ട്. പടം റിലീസാകുമ്പോൾ എല്ലാവരും ആ പാട്ട് എൻജോയ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എസ്പെഷ്യലി പറഞ്ഞ വളരെ ഫൺ ആൻഡ് ലവിങ്, വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു പാക്കാണ് ആ സിനിമ. ജമുന പ്യാരി എന്തുകൊണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. ഒരിക്കലും
എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം തന്ന, ഒരു അനുഭൂതി തന്ന ഒരു പാട്ടാണിത്. 1983 എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കി തന്നൊരു പാട്ടാണ്. ഇതിൽ ഈ ഒരു കമ്പോസിഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതൊരു പെട്ടെന്നുണ്ടായ ഒരു തോന്നലിൽ നിന്നാണ് ഇങ്ങനെ ഒരു പാട്ട് 1983 എന്ന് പറഞ്ഞൊരു കാലഘട്ടം വീണ്ടും 2014 കൊണ്ടുവരണം. 2014 ഇരിക്കുന്നവർക്ക് ഒരു പഴയ പാട്ടിൻ്റെ ഫീൽ ഉണ്ടെങ്കിൽ പോലും അതിലും ഒരു പുതുമ തോന്നണം, എങ്കിൽ ആ നൊസ്റ്റാൾജിയ മാറാൻ പാടില്ല എന്നുള്ള ഒരുപാട് നിബന്ധനകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു പ്രഷറൈസ്ഡ് മൊമെൻറ്റിൽ ഉണ്ടാക്കിയൊരു പാട്ടാണ്. സോ ഒരു 5-10 മിനിറ്റ് എടുത്തുള്ള ഒരു കമ്പോസിഷന്, ഒരു അതിശയോക്തി പറഞ്ഞില്ല, ഒരു വളരെ പെട്ടെന്നാണ് അതിൻ്റെ ഒരു കമ്പോസിഷൻ നടന്നത്. വളരെ സന്തോഷമുണ്ട് അങ്ങനെ ഒരു പടത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. ഒരു വലിയ ഭാഗ്യമാണ്. എബ്രിഡ് ഷൈൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറിൻ്റെ ആദ്യത്തെ ഒരുപാട് സ്വപ്നങ്ങൾ പൂവണിഞ്ഞൊരു സിനിമയാണ് 1983. അതിലൂടെ തന്നെ എനിക്ക് നാഷണൽ അവാർഡ് വന്ന് ചേരുകയുണ്ടായി ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വേണ്ടിയിട്ട്. സോ 1983 എന്ന് പറഞ്ഞ സിനിമയിൽ ഒരിക്കലും ഇങ്ങനൊരു പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് സിംഗേഴ്സിനെ ഉപയോഗിച്ചു കൊള്ളണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും പഴയ സിംഗേഴ്സ്, അതായത് നമ്മളുടെ പഴയ സിംഗേഴ്സ് എന്ന് പറയുമ്പോൾ ജയേട്ടനും വാണിയമ്മയൊക്കെ വീണ്ടും തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ എവിടെയോ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്നപ്പോൾ ഇങ്ങനെ ഒരു പാട്ട് വന്നത്, അങ്ങനെ ആ പാട്ട് വീണ്ടും ആ വലിയ ലെജൻഡറിക് വോയിസസിലൂടെ തിരിച്ചു വന്നപ്പോൾ എല്ലാവരും അത് എൻജോയ് ചെയ്തു. എന്നെ അത്രയും നാളും എന്നെ കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിരുന്നത് ഒരു അമൽ നീരദ്, ഒരു ഫാസ്റ്റ് നമ്പർ, ഇടിപൊളി പാട്ടുകളൊക്കെ ചെയ്യുന്ന ഗോപി സുന്ദർ എന്നുള്ളൊരു ടൈറ്റിലായിരുന്നു. ഓലഞ്ഞാലിക്കുരുവി എന്ന് പറഞ്ഞ പാട്ടിലൂടെ എനിക്ക് ഒരുപാട് കുടുംബ പ്രേക്ഷകരുടെ, വയസ്സായ ആളുകളുടെ, ഒരു ആഫ്റ്റർ 40s ഉള്ള ഒരുപാട് ജനറേഷൻ എനിക്ക് ഒരുപാട് അപ്രിസിയേഷൻ തന്നു. അതിലൂടെ എനിക്ക് ഇപ്പോൾ സ്വരലയ അവാർഡ് ദാസേട്ടൻ തരികയുണ്ടായി. അപ്പോൾ മലയാളികൾക്കെന്നും ആ നൊസ്റ്റാൾജിയാണ് ഇഷ്ടം എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ജോൺസൺ മാഷ് പണ്ട് നടന്നുപോയ വഴികളിലൂടെയും ബാബുക്ക വഴി നടന്നു വന്ന വഴികളിലൂടെയൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഒരു സഞ്ചാരം. അതുപോലെ തന്നെ ഇപ്പോൾ നല്ല മെലഡീസ് വരുന്നുണ്ട്. ദൈവം അനുഗ്രഹിച്ച് ഒരുപാട് പുതിയ പുതിയ ചിന്തകൾ വരുന്നുണ്ട്, പുതിയ പുതിയ സിനിമകളും ആശയങ്ങളും വരുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് ഒരുപാട് സിനിമകൾ അതിനുശേഷം ചെയ്തു. അതിനുശേഷം ഹൗ ഓൾഡ് ആർ യു എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. ഐ തിങ്ക് 2014 ഞാനൊരു 22 സിനിമകളാണ് റിലീസ് ചെയ്തത്. അത് ഓൾമോസ്റ്റ് കൈൻഡ് ഓഫ് എ റെക്കോർഡാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 22 സിനിമകളാണ് റിലീസ് ചെയ്തത്. ഞാൻ 30ഓളം സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള സിനിമകൾ ഈ വർഷമായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ അതൊരു അച്ചീവ്മെൻ്റ് ആയിട്ടല്ല, അതൊരു നിങ്ങളുടെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ആ അനുഗ്രഹം എന്നും ഉള്ളിടത്തോളം കാലം എനിക്കിതുപോലെ തന്നെ നല്ല സംഗീതവുമായി നിങ്ങളുടെ വീടുകളിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലോട്ട് എത്താൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.